പിന്നെ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ കയറി വരും. വെള്ളം പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ വളവായല്ലേ? നല്ല ഇതുണ്ടല്ലേ, നല്ല കാറ്റുണ്ടല്ലേ. വ്യക്തമായിട്ടുള്ള ഓക്സിജൻ. ഇപ്പൊ ഇത് എത്രാമത്തെ വളവ്? 5 ആയിരിക്കും. അപ്പൊ ഇത് 5ാമത്തെ വളവായല്ലേ? ഇത് 6ാമത്തെ വളവ്. ഇത് ഏറ്റ വളവാണ് കേട്ടോ. ഇത് ഏറ്റ. പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് കണ്ട വണ്ടി വരുന്നുണ്ട്. ഇവിടെ അരുവിയുണ്ട് കേട്ടോ. എല്ലാവരും നിർത്തിക്കണം. അരുവിയിൽ ഇറങ്ങണം. വേണ്ട അടിപൊളി ചേട്ടാ. അതുകൊണ്ട് അവിടെ അതേ ഇതില്ല, പ്രാണികൾ വിളിക്കാൻ. പ്രാണികൾ എന്നിട്ട് കുരങ്ങൻ കാണുന്നു. നോക്കിയോണേ, കുരങ്ങൻ കാണും. കുരങ്ങൻ ബൈക്കിൽ ഒറ്റയ്ക്കൊന്നും വന്നോളൂ. നീ സ്കൂട്ടർ എടുത്ത, ഞാൻ ബൈക്ക് എടുക്കും. നിനക്ക് എന്ത്? ഞാൻ ബൈക്ക് ബുള്ളറ്റ് എടുക്കുന്നു. ബുള്ളറ്റ് എടുക്കുന്നു. ആ മിന്നുണ്ട് കയ്യില്. ഇതിലൊക്കെ എന്തോ ഒരു ജീവി. നീ അടുത്ത് പോരാ. ഒറ്റയ്ക്കൊന്നും വന്നോളൂ ബൈക്കിലൂടെ. പിള്ളേരെ വീഡിയോ എടുത്തോ. നല്ല നല്ല പ്ലേസ് വീഡിയോ എടുക്കും. അന്നേരെ കൂടെ ഇതാണ് എല്ലാം എടുക്കണേ. നല്ല വീഡിയോ ഓൺ ആക്കണേ. ഞാൻ ഇത് ക്യാമറ അവിടെ നടുക്ക് പ്രസ് ചെയ്താൽ അതൊക്കെ അത് തന്നെ. നമ്മളിപ്പോ മുകളിലെത്തിയ ഇത്രയും തന്നെ മല മുകളിലായി നമ്മള് താഴെയായിരുന്നു. എടി ഫോണങ്ങ് പോവടി. ഇപ്പൊ മല താഴെയായല്ലേടാ. ശ്രീ കുറുപ്പസാക്ഷി കറുപ്പസ്വാമി ക്ഷേത്രം. വണ്ടി ചാടി ഇറങ്ങിക്കളയല്ലേ. വണ്ടി തുറന്നില്ല.
16 ഹെയർ പിൻ ഉണ്ട്. 16 ആയി. ഓ നല്ല കാറ്റ്. എടുത്തോണാ മിന്നുവിന്റെ ഫോൺ. അവിടെ നല്ല രസമാണ്. സൂപ്പർ. ഇതല്ലേ ഇത് മേളിൽ കയറാൻ അടിപൊളിയാണ്. ആരോട് സീറ്റ് മൊത്തത്തില് പോയി. ഇവിടെ പ്ലീ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ പ്ലീയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. സർക്കാരിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇവിടെ ഊണൊക്കെ കിട്ടും കേട്ടോ. റേഞ്ച് വളരെ പാടാണ്. എത്ര അടി ഹൈറ്റ് അല്ലേ? എത്ര 3000 ഇത്രയല്ലേ ഇവിടെ? ഇവിടെ നോക്കിക്കോ, ലെഫ്റ്റ് സൈഡ് ഇവിടെ കണ്ടോ? അടിപൊളിയല്ലേ? ഓ ഇത് പൊന്മുടി തന്നെ. ഓ ഇറങ്ങാൻ 19 ഈ 2 കിലോമീറ്ററേ ഉള്ളൂ. ഈ 4 ഹെയർ പിന്നുണ്ടോ? ഒരു തേയില തൈയിട്ട് വണ്ടി വന്ന് നമ്മളൊരു ദിവസം വന്ന ഓർമ്മയുണ്ടോ? താഴോട്ട് വന്നപ്പോഴൊക്കെ മഞ്ഞ്. മിക്കവാറും നമ്മൾ താഴോട്ട് വന്ന മഞ്ഞായിരിക്കും. ഇരിക്കല്ലേ? മൊബൈൽ എടുക്കുക തന്നെ. വീഡിയോ ഓൺ വീഡിയോ ആണ് തന്നെ ചേച്ചി. ഇടയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാമേ. നീ പോയാലും ഫോണകത്ത് ഇടുന്നേ. അതാ ഉണ്ട്, ജിയോടെ ഉണ്ട് പടി. ഇല്ല അതാണ്ട് ഇത് നോക്ക്. ഈ സ്ഥലം എനിക്ക് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങോട്ട് താട്ട് നോക്ക്. ഞാനേ വണ്ടി ഓഫായിരുന്നു. ഇതോണാക്കിത്താ
ഇല്ല അണ്ണൻ കൂടെ കിടന്ന് കുലുങ്ങിയത് ഓഫായി വേണ്ട ഫോൺ തറയിപ്പോ തമിഴ്നാട് കൂടുതലേ നമുക്ക് ഇട സൈഡോട്ട് പിടിക്കാൻ പറ്റില്ല. നമുക്ക് ഹിമാലയയിൽ പോകാൻ പറ്റും. ഇത് കന്യാസ്ത്രീ സന്യാസിയാണ്. കെട്ടിടം അതിനകത്ത് റിസോർട്ടുള്ള നിന്നെ ഛർദ്ദിക്കാൻ വേണ്ടി മഞ്ഞ് കൂടെ ഉണ്ട്. അതിന്റെ മണ്ടയിലാണ് നമ്മൾ കയറുന്നത്. വെട്ടിക്കളയാൻ പറഞ്ഞാണ്. ഇതെന്തിനൂടെ ചെക്കിങ്ങോ? മൂന്നരയായി. മൂടൽ മഞ്ഞ് പറഞ്ഞേണ്ട, താന്നെന്ന് പറഞ്ഞേണ്ട. തിരിച്ചെത്തുമ്പോ എത്ര മണിയാവും? കൊറേ നേരം കഴിയും. ഇനി ഇവിടെ നിന്ന് നേരെ എത്തുമ്പം മേലോട്ട് വണ്ടി കിടക്കണ്ടാടി, മേലോട്ട് വണ്ടി കിടക്കണ്ട. ഓ ഓ ഓ ഇറങ്ങി ഇറങ്ങുമേ. നല്ല തണുപ്പായിരിക്കും മക്കളെ. അത് ഇത് വേണ്ട, ഫ്രണ്ട് എടുക്കണ്ടത്, ഈ സൈഡ് എടുത്താൽ മതി. ഫ്രണ്ട് ഇതിൽ വരുന്നുണ്ട്. മേലെ നല്ല തിരക്കാണല്ലേ. ഓ ഇവിടെ എമ്മ വണ്ടി പാർക്ക് ചെയ്യണേനാണ് ചേട്ടാ. ഇങ്ങോട്ട് പോടെ. പിന്നെ നമ്മൾ ബാക്കി കയറണോ? പോവാൻ പറ്റും. സ്കോർപ്പിയോ ഇല്ലേ? ബ്രീസ് ആ അപ്പൊ നമുക്ക് ഒരു ചായ കുടിച്ചാലോ? തിരിച്ചുമ്പോ കുടിക്കാം. അടുത്ത ഹെയർ പിൻ
22ാമത്തെ വളം. സെറ്റ്. ഇവിടെ നിർത്തി വണ്ടി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എന്തോ കൈ അവരെ കൂടെ കൊണ്ടുപോയി സ്ലോ ആക്കുക. വെട്ടിയാടാ അങ്ങ് മേടിച്ചെന്നെടുക്കണം. വിട്ടേരെ നമുക്കത് പൊന്മുടി എത്തി നീ അറിഞ്ഞില്ലേ? മഴ പെയ്യും. പിന്നെ ഇവിടെ ഇറങ്ങാത്തത് നമ്മളെ പൊന്മുടിയിൽ ഇറങ്ങോ? പിന്നെ പൊന്മുടിയിൽ എത്തുമ്പോ തണുപ്പായിരിക്കും. ടിക്കറ്റ് കൊടുത്തില്ല. ഉത്തരവാദിത്തമുള്ള ഒരു കൊച്ചിന് മാത്രം ഓർമ്മയുണ്ട് ടിക്കറ്റിന്റെ കാര്യം. ഇത് ഇവിടെ നിന്ന് എടുത്താൽ കറി കേട്ടോ. ഇത് ഈ തേരി കറി അപ്പുറത്തെത്തുമ്പോ വന്നത് ഗസ്റ്റ് ഹൗസ്. ഗസ്റ്റ് ഹൗസ് ഇതിന് എടുത്തോട്ട് പോയി കഴിഞ്ഞാൽ പഴയ മറ്റേ പ്രാധാന്യം ഉണ്ടല്ലോ, ഒരു കൊട്ടാരം ഉണ്ടല്ലോ, പണ്ടൊരു സായിപ്പിന്റെ നമുക്ക് പോവാം. കുറച്ച് പേടിച്ചിട്ട് വരാം. മന്തി ആനബല്ല വരും, കൊട്ടാരത്തീന്ന് അരുന്ധതി വരും. അയ്യോ ആനി വരും, അഞ്ചോ വരും. പിന്നെ വരൂല ആനബല്ല വരും. ഇപ്പൊ അവിടെ കിടക്കും. കടല്ലാതെ കയ്യാണ്. അല്ല കാല് വെളിയിലും. ഓ എല്ലാ വെളിയിലും അത് പോയാൽ അതുവഴി അങ്ങ് പോകും. അങ്ങോട്ട് വല്ല DJ പാട്ടിട്ട് പറന്നു പോവാ. എനിക്ക് തന്നെ അവിടെ വണ്ടിയുടെ സ്ഥലം കാണില്ല കേട്ടോ, അതാണ് ഈ തിരക്ക്. പ്രേതാലയം ബോണക്കാടല്ലേ? ബോണക്കാട് കൊണ്ട് ഇവിടെ ഉണ്ട്. വരും കേട്ടോ ഈ ചേച്ചി ഇത് വഴി ടോർച്ച് അടിച്ചോണ്ട് വരും. ഞാൻ ഇന്നലെ നല്ല വെളിച്ചോണ്ട് പിന്നെ അതിന് ടോർച്ച് അടിക്കണം. അത് കിച്ചേച്ചി എത്ര വെളിച്ചോണ്ടെങ്കിൽ മണ്ണൻ തന്നെ ടോർച്ച് എടുക്കണ്ടാണ് പറയുന്നത്. അത് തന്നെ ഇവിടെ മാത്രമേ കാണപ്പെടുന്ന അത് ജനലിൽ ഇടിച്ച് വിളിക്കും. ടിക്കറ്റ് എടുത്തണോ? അല്ല ടിക്കറ്റ് നമ്മൾ അവിടെ ടിക്കറ്റ് എടുത്ത് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഓ എടുത്തില്ലെങ്കിൽ ഇവിടെ നിന്ന് എടുക്കണം. അങ്ങനെ പൈസ
നമ്മ ഓർമ്മയുണ്ട് ബൈക്കിൽ വന്നപ്പോ ഇവിടെ നിന്നാണ് എടുത്തത്. പൊന്മുടി ടോപ്പിലെത്തി. അടിപൊളിയില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അവര് മേഘമല എന്ത് ചെയ്യും? മേഘമല വന്നാ ഓ അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഉണ്ടോ? ഞങ്ങൾ അന്ന് വന്നപ്പോ ഒരു മലയുടെ മണ്ടിൽ നിന്ന് ആരൊക്കെയോ വിളിച്ചു. അപ്പൊ ഇപ്പുറത്ത് മലയാളം ആദർശ എണ്ണക്കൂടെ കിടന്നു വിസിലടി. എത്ര നേരം അങ്ങനെ വിളിച്ചെന്നറിയുമ്പോ 2 മലയുടെ അപ്പുറത്തേക്ക് ഇടയ്ക്ക് വെച്ച് തണുപ്പ് പോയി. സ്ഥലം എത്തിയോ? പിന്നെ ടെമ്പോളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടോ? വലിയ വണ്ടികളാണ് ഇവിടെ. പോലീസ് തീർന്നോ? ഇവിടെയാണ് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തത്. അന്ന് വന്നപ്പോ ഓ സോറി കുറച്ച് ആകെപ്പോടാർക്കാം. അത് കല്ലാറില്ല. ഇതിനാണ് കോടമഞ്ഞ് കേട്ടോ. ഇതിനെയാണ് കോടമഞ്ഞ്. ഒന്നും കണ്ടൂടാ. അടുത്ത് നിൽക്കണ ആളെ പോലും കാണാൻ പറ്റില്ല. അത് നമ്മൾ ഫോട്ടോ എടുത്ത് ചുവന്ന ആ പുല്ല് നോക്ക്. ആ നല്ല രസമുണ്ട്. അത് പക്ഷെ ഇതിന്റെ കാര്യം തന്നെ പറഞ്ഞത്. അമ്മക്ക് പോട്ടാണ്. തമിഴ് അമ്മച്ചി വരില്ലേ? തമിഴ് അമ്മച്ചി ചിരിക്കണം. ഓ
ഇവിടെ നിന്നല്ലേ അമ്മ നമ്മള് ഐസ്ക്രീം അതിനകത്ത് വാഷ്റൂം ഇല്ലേ വിന്നു? ആ അതെ നീ ബോട്ടിൽ എടുത്തു നിന്റെ അടുത്തല്ലേ പറഞ്ഞത് അപ്പൊ നീ ഒക്കെ കൂടെ എന്തിനാ പറഞ്ഞത് അതിനകത്ത് വാഷ്റൂം ഉണ്ട്. പോയതാ. എവിടെ തണുപ്പൊക്കെ